ന്യൂസ് 18നോട് സംസാരിക്കുകയായിരുന്നു ഫാത്തിമ തെഹ്ലിയ. 4 തവണ ജയിച്ചിട്ടും മണ്ഡലത്തിൽ വികസനം എത്തിക്കാത്തതിന് ജനം തിരിച്ചടി നൽകും എന്നതാണ് ഫാത്തിമ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. കുറ്റിച്ചിറയിലൂടെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക്, അതിനുശേഷം ഇതാ മലയോര മേഖലയായ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഫാത്തിമ തെഹ്ലിയ. വലിയൊരു സർപ്രൈസാണ് പാർട്ടി ഒരുക്കിയത് അല്ലേ? അതെ, എല്ലാവർക്കും സർപ്രൈസ് ആണല്ലോ. നിങ്ങൾക്കും എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ലിസ്റ്റാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അതും പ്രതീക്ഷയുള്ളതും കൂടിയാണ്. അതാണ് അതിൽ ചേർത്ത് പറയേണ്ടത്. ജയിക്കാൻ സാധ്യതയുള്ള ആളുകളെ അതത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാർട്ടി ഉത്തരവാദിത്തത്തോടെ പറഞ്ഞയക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പട്ടികയുടെ മികവായിട്ട് എനിക്ക് തോന്നുന്നത്. ഇടത് കോട്ടയാണ്, ഒപ്പം LDF കൺവീനറുടെ സ്വന്തം തട്ടകമാണ്. അദ്ദേഹം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന, ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതെ, അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ എനിക്ക് കരുത്തുണ്ട് എന്ന് പാർട്ടിക്ക് തോന്നിയത് അതൊരു വലിയ പാർട്ടിക്ക് എന്നോട് തോന്നുന്ന ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും അത് തെളിയിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഞാൻ നടത്തും. എന്താണ് ഈ അനുകൂലമായ ഒരു ഘടകമായി, അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും അത് എവിഡന്റ് ആണല്ലോ. കേരളത്തിലുടനീളം ഭരണവിരുദ്ധ തരംഗമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലുടനീളം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന CPM-ൽ LDF-ലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടിത്തെറികളൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ വലിയ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നു. അത് UDF-ലുള്ള പ്രതീക്ഷയാണ്. ഞങ്ങൾ ഇത്തവണ ഭരണം ഉറപ്പിക്കും. ലീഗിലെ വനിതകൾ എവിടെ, എത്ര വനിതാ സ്ഥാനാർത്ഥികൾ എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചോദ്യം. ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളെ ലീഗ് മുന്നോട്ട് വെക്കുകയാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു? വളരെ പോസിറ്റീവ് ചേഞ്ച് ആണല്ലോ. കാലങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾക്ക് അത്തരത്തിലൊരു സമീപനമില്ല. എന്നാൽ ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുന്ന ആളുകൾ സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്ന് ഞങ്ങൾ ഇടയ്ക്കിടെ പറയാറുണ്ട്. പാർട്ടി തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടുള്ള രാഷ്ട്രീയമല്ല മുസ്ലിം ലീഗിന്റേത് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു പട്ടികയാണ് പുറത്തു വന്നത്. ആദ്യമായി ചരിത്രത്തിൽ സഭയിൽ ലീഗിന്റെ ഒരു വനിതാ പ്രതിനിധി ഉണ്ടാകും എന്നുള്ളതാണ് നേതാക്കന്മാർ പറയുന്നത്. ആ പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. ഞാൻ പറഞ്ഞല്ലോ, പേരാമ്പ്ര മത്സരിക്കാൻ പറയുമ്പോൾ തന്നെ പേരാമ്പ്രയിലുള്ള ആളുകളുടെ മുഖം എന്റെ മനസ്സിൽ തെളിയുന്നുണ്ട്. അവിടെയുള്ള കുടുംബങ്ങളുടെ, അവിടെയുള്ള വീട്ടമ്മമാരുടെ, കുട്ടികളുടെ അവരുടെ ആവേശമൊക്കെ നമ്മൾ പല തവണ കണ്ടതാണ്. പേരാമ്പ്ര വളരെ മനോഹരമായിട്ട് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും പാർട്ടിക്ക് പുറത്തായാലും പാർട്ടിക്കുള്ളിൽ നമുക്ക് കലാപം നടത്തേണ്ടി വരും. ഹരിതയുടെ ഒക്കെ നേതൃത്വം നടത്തിയ ആ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചൊരു അംഗീകാരം കൂടിയാണോ ഈ സ്ഥാനാർത്ഥിത്വം? ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളത് അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ച് നമ്മൾ കാട് കയറേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടിക്ക് ഉചിതമായിട്ടുള്ള സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ, അത് ഏറ്റവും വ്യക്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ്. എന്തായാലും ഇത്തവണ നിയമസഭയിൽ ഒരു വനിതാ പ്രതിനിധി മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. LDF കൺവീനറെ മലർത്തിയടിച്ച് നിയമസഭയിലേക്ക് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഫാത്തിമ തെഹ്ലിയയുടെ പ്രതീക്ഷ. അപ്പോൾ ഫാത്തിമ തെഹ്ലിയയുടെ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. മുൻപ് ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ ആ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊന്നും പോകാത്ത രീതിയിലുള്ള ഒരു ജാഗ്രത വാക്കുകളിൽ ഫാത്തിമ തെഹ്ലിയ പ്രകടിപ്പിക്കുന്നത് കൂടി നമുക്ക് കാണാം. ഹരിതയെക്കുറിച്ചൊക്കെയുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വളരെ സമർത്ഥമായി തന്നെ മറുപടി പറയുകയാണ് ഫാത്തിമ തെഹ്ലിയ. ഒപ്പം തന്നെ പേരാമ്പ്രയിലെ വിജയസാധ്യതയെക്കുറിച്ചും പറയുകയാണ്. അഷ്റഫലിയാണ് കൊണ്ടോട്ടി സ്ഥാനാർത്ഥി. TP അഷ്റഫലിനോടൊപ്പം ചേരുന്നത്. അവസാനം കൊണ്ടോട്ടിയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഇടപെടലിൽ, അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സമഗ്രമായ സർവേ ബേസ് ചെയ്തുകൊണ്ട് നേതാക്കന്മാരോടുള്ള 1-to-1 ചർച്ചയിലൂടെ സമഗ്രമായൊരു ലിസ്റ്റ്, വിദ്യാർത്ഥി പ്രാതിനിധ്യം, യുവജന പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, യുവതീ പ്രാതിനിധ്യം, പരിചയസമ്പന്നർ, മുതിർന്നവർ, എല്ലാ അർത്ഥത്തിലുമുള്ള സമഗ്രമായൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ വിജയമുണ്ടാകാൻ ഉതകുന്ന ഒരു ലിസ്റ്റാണ്. ഒട്ടേറെ മഹാരഥർ മത്സരിച്ച മണ്ഡലമാണ് കൊണ്ടോട്ടി. എങ്ങനെ അവിടെ ആദ്യത്തെ മത്സരം അവിടെ ആവാൻ കഴിഞ്ഞത് എങ്ങനെ കാണുന്നു? വലിയ നിയോഗമാണ്. വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അത് ആ മുൻഗാമികളായ ആളുകളുടെയൊക്കെ പാത പിന്തുടർന്നുകൊണ്ട് ശക്തമായ രീതിയിൽ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ. സാധാരണ യുവാക്കൾക്ക് സീറ്റ്, ഫൈറ്റിംഗ് സീറ്റ് നൽകുന്ന ഒരു ശൈലിയാണ് പാർട്ടികൾക്കുള്ളത്. പക്ഷേ അങ്ങേക്ക് ഷുവർ സീറ്റ്, അതായത് ഭൂരിപക്ഷത്തിൽ മാത്രം കണക്ക് വെക്കുന്ന ഒരു സീറ്റാണ് നൽകുന്നത്. എങ്ങനെ കാണുന്നത്? തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വളരെയധികം യുവത്വമുള്ള ഞങ്ങളുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള വിസ്മയിപ്പിക്കുന്ന തീരുമാനങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകുന്നു. അദ്ദേഹത്തിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.